ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും കർമ്മശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളാണെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കിയെന്ന് അറിയുന്നു. അതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. മനുഷ്യൻ്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരൻ്റെ നിഷ്ഫലയത്നമായി നാനാവർണ്ണചിത്തമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയോ ഇല്ല. അവയുടെ രൂപം മൂഢരെ ആവേശം കൊള്ളിക്കുന്നു. നിർജീവ വിഗ്രഹങ്ങളും ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു. അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവൻ തിന്മയുടെ കാമിതകളാണ്. അവയിൽ കവിഞ്ഞ ഒന്നിലും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല. കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായി പാത്രങ്ങളുണ്ടാക്കുന്നു. ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധതാവും അശുദ്ധതാവുമായ ഉപയോഗങ്ങൾക്കു പാത്രങ്ങളുണ്ടാക്കുന്നു. ഓരോന്നിൻ്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത്. അല്പകാലം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെടുവാനും അല്പകാലം കഴിയുമ്പോൾ തനിക്കു കടമായി ലഭിച്ച ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണു നാം. മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മെനയുന്നത്. തനിക്കു മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം. എന്നാൽ അവൻ സ്വർണം വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു, ചെമ്പുപണിക്കാരെ അനുകരിക്കുന്നു. ഇത് ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കൂ. അത്ഭുതമുറപ്പാണ്. ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.